YMCAയുടെ കുടുംബസംഗമവും വയോക്ഷേമം പബ്ലിക് റിലേഷൻ പ്രോജക്ട് ഉദ്ഘാടനവും 2026-27 വർഷത്തെ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന YMCA ഹാളിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കട്ടപ്പന YMCA പ്രസിഡന്റ് KJ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് YMCA എന്നുള്ള നിലയിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം പുതിയ ഒരു ചുമതല കൈമാറ്റത്തിൻ്റെ ഭാഗമായി പുതിയ ഭാരവാഹികൾ ഉൾപ്പെടെ ചുമതലയേൽക്കുന്നു. പുതിയ ആളുകൾ YMCAയിൽ അംഗങ്ങളാകുന്നു. ഇങ്ങനെ വളരെ മഹത്തരമായ ഒരു ചടങ്ങിനാണ് ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിക്കുന്നത്. കട്ടപ്പന പോലെ ഇടുക്കി ജില്ലയുടെ ഓരോ തരത്തിലുമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അഭിമുഖീകരിക്കുമ്പോഴും ഓരോ സാധ്യതകളെ വെട്ടിത്തുറന്നുകൊണ്ട് പുത്തൻ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം സ്വാഭാവികമായും വളരെ പോസിറ്റീവായി മാത്രം ചിന്തിച്ച് എല്ലാവരുടെയും ഒത്തുചേരലിലൂടെ, ഐക്യത്തിലൂടെ, ഒരുമയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ സമ്പാദിക്കാൻ വലിയ തോതിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ YMCAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ധാരാളം സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അലയൻസ് ക്ലബ്ബ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, റോട്ടറി ക്ലബ്ബ്, JCs പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ YMCA ആ നിലയിൽ നിൽക്കുമ്പോഴും കുറച്ചുകൂടി മഹത്തരമാകുന്നത് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ക്രിസ്തീയ ദർശനങ്ങളെ പരമാവധി യുവസമൂഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആത്മീയതയെ വളർത്തി മുൻപോട്ട് പോകണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രൂപീകൃതമായ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് YMCA നിലനിൽക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉന്നതമായ മൂല്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുന്നു, സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്നു, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പുതിയ ഭരണസമിതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു നേട്ടമായി എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ജനപ്രതിനിധിയായി മാറുന്നത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ആ ഒരു പദവിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാൻ പാർലമെൻറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അക്കാദമിക് മികവ് പുലർത്തിയ കുട്ടികളെയും യോഗത്തിൽ ആദരിച്ചു. വയോക്ഷേമം പബ്ലിക് റിലേഷൻ പ്രോജക്ട് ഉദ്ഘാടനം നാഷണൽ റൂറൽ YMCA വൈസ് ചെയർമാൻ ജോർജ് ജേക്കബ് നിർവഹിച്ചു. 2026-27 വർഷത്തെ കട്ടപ്പന YMCA ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നാഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് P. തോമസ് നേതൃത്വം നൽകി. 2026-27 വർഷത്തെ പ്രസിഡന്റായി സൽജു ജോസഫ് ചുമതലയേറ്റു. അക്കാദമിക് മികവ് നേടിയവർക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി മെറിറ്റ് അവാർഡ് നൽകി. കൂടാതെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും യോഗത്തിൽ ആദരിച്ചു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നോമിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് കുട്ടി പൌലോസ് നേതൃത്വം നൽകി. നാഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ UC തോമസ്, റവറൻ സതീഷ് വിൽസൺ, റവറൻ ഫാദർ ജിതിൻ വർഗീസ്, ഷെമിൽ MA, PD തോമസ്, ടോമി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. PM ജോസഫ്, ലാൽ പീറ്റർ, ടോമി ഫിലിപ്പ്, സിറിൽ മാത്യു എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം.
RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും അല്ലേ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.